സ്നേഹിതരെ കാണാം. സ്വർഗരാജ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ. ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ, ക്രിസ്തു സാന്നിധ്യം കൊണ്ട് നിറയുമ്പോൾ ക്ഷീണമെല്ലാം മാറിപ്പോകും. ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരിക്കും, ബലഹീനത ഉണ്ടായിരിക്കും, പക്ഷേ മാറിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് നിറയുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഈ നിസ്സാര ഹൃദയത്തിൽ നിറയുമ്പോൾ ക്ഷീണങ്ങളെല്ലാം മാറിപ്പോകും, തളർച്ചകൾ മാറിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ യേശുക്രിസ്തു സാന്നിധ്യം അനുഭവിക്കണം. യേശുക്രിസ്തു സാന്നിധ്യം, ആ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇപ്പോൾ ചടങ്ങുകളായി പോകുന്നു. ചിലർ ക്രമപ്രകാരം പിതാക്കന്മാർ എഴുതി വെച്ചുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ അത് ചടങ്ങായി പോകുന്നു. പഠിക്കുന്നു, വായിക്കുന്നു,
അല്ലെങ്കിൽ കാണാതെ പറയുന്നു. വിശ്വാസ പ്രമാണം കാണാതെ അറിയാവുന്നവരുണ്ടോ? വിശ്വാസ പ്രമാണം കാണാതെ അറിയാവുന്നവരുണ്ടോ? ധാരാളം പേര് കാണും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ പ്രമാണം പിതാക്കന്മാർ 3 പേരുടെ ബാബമാർ കൂടി എഴുതിയുണ്ടാക്കിയ വിശ്വാസ പ്രമാണം അത് വളരെ അർത്ഥവത്താണ്. പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ളതായ വളരെ ശക്തമായ വെളിപ്പെടുത്തലുകളാണ് ഇതിനുള്ളത്. വിശ്വാസ പ്രമാണം നിങ്ങൾ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലണം. അതങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർ, പുണ്യപിതാക്കന്മാർ എഴുതി വെച്ചതല്ലേ വിശ്വാസ പ്രമാണം. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലണം, കാണാൻ പഠിക്കണം. ഏതെങ്കിലും വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു അധ്യായം മുഴുവൻ കാണാൻ പഠിച്ചവരുണ്ടോ? ഒരു അധ്യായം മുഴുവൻ അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം മുഴുവൻ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം നമുക്ക് സമീപസ്ഥമാണ്. വായിച്ച് 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 കാണാതെ പഠിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥന പഠിപ്പിക്കണം. പ്രാർത്ഥനാ ജീവിതം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ക്രിസ്തു ഉണ്ടെങ്കിലുള്ളതായ സന്തോഷം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ക്രിസ്തു വേണമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അവർ വളർന്നു വരികയാണെങ്കിൽ തെറ്റായ വഴികളിലൂടെ പോകാൻ ഇട വരാതിരിക്കും. കർത്താവിൻ്റെ സംരക്ഷണം അവർക്ക് കിട്ടും. ഇതൊരു ചെറുപ്പക്കാരാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തോരു യൗവനക്കാർ, എൻ്റെ ദൈവമേ, നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ, പക്ഷേ നല്ലപോലെ പഠിച്ച കുട്ടികൾ, എന്തിന് ഉയർന്ന ഡിഗ്രികൾ കിട്ടിയവർ ഇപ്പോൾ മൗനമായിരിക്കുക, ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അവരുടെ മനസ്സ് മുഴുവനും കലങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് കലങ്ങിയിരിക്കുന്നത്? ഒന്നും പറയാനില്ല. എന്തോ ഒരു വലിയ ബാധ അവർക്ക് വന്നിരിക്കും. ബാധ, പൈശാചിക ബാധയാണ്. എന്തോ ഒരു ബാധ. മൗനമായിപ്പോയി. നല്ലപോലെ നല്ല ചടുലമായി ഊർജ്ജസ്വലമായി സഞ്ചരിച്ചിരുന്ന ആളുകൾ ഇന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ പിള്ളേർ, ചെറുപ്പക്കാർ മുറിക്കകത്തിരിക്കുന്നു. ഞാനൊരാളോട് ചോദിച്ചു, കഞ്ചാവ് മറ്റോ ഉണ്ടോ? ഇല്ല സാറേ, അവൻ കഞ്ചാവ് ഇരിക്കുന്നു തോന്നുന്നില്ല. ഇല്ല. മദ്യമോ? ഒരിക്കലും ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ വല്ല ഏതെങ്കിലും വല്ല മയക്ക് മരുന്ന് കുത്തിവയ്ക്കുകയല്ലോ ചെയ്ത്? അങ്ങനെയൊന്നുമില്ല സാറേ, അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പയ്യൻ ഇപ്പം മിണ്ടുന്നില്ല, ഒരു വർത്തമാനവും ഇല്ല. അവൻ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കും. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോലും വരുന്നില്ല, വരാൻ സന്തോഷമില്ല. നിർബന്ധിച്ചാൽ ദേഷ്യം വരുവാൻ കോപിക്കും. എന്ത് പറ്റി നമ്മുടെ യുവാക്കന്മാർക്ക്? പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തണം. എങ്ങനെ? ക്രിസ്തുവിൽ വളർത്തണം. ക്രിസ്തുവിൻ്റെ വഴിയിൽ നടത്തണം. വല്ലവരോട് ഞാൻ പ്രത്യേകം പറയട്ടെ, ഒരിക്കലും മാടക്കടകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം വാങ്ങിച്ച് ഭക്ഷിക്കരുത്. ചോക്ലേറ്റ് പോലെ കിട്ടുന്നത് പോലും വാങ്ങരുത്. ഐസ്ക്രീം പോലെ കിട്ടുന്നത് പോലും വാങ്ങരുത്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും വേറൊരാൾ നിങ്ങൾക്ക് തരുന്നൊരു സാധനം നിങ്ങൾ വാങ്ങി കഴിക്കരുത്. കൊച്ചു കുട്ടികളെ വീഴിക്കാൻ എന്തെല്ലാം ശ്രമങ്ങളാണെന്നറിയാമോ? കുട്ടികളെ അപഹരിച്ചുകൊണ്ട് പോകാൻ എന്തെല്ലാം തന്ത്രമാണെന്നറിയാമോ? നിങ്ങൾ കൊച്ചു കുട്ടികളെ മയക്കി കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ഈ അടുത്ത സമയത്ത് കണ്ടു, യൗവനക്കാരനേകരെന്ന് മയക്കുമരുന്ന് അടവുപെട്ടിരിക്കുന്നു. അനേകരെ മയക്കുമരുന്ന് അടവുപെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാലും ബലം പിടിച്ച് 3-4 പേര് കൂടി പിടിച്ച് നിർത്തി കുത്തിവയ്ക്കുന്നു. മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നു. അവൻ്റെ ഭാവി പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം വഴികളിലാണ് നമ്മുടെ യുവാക്കന്മാർ പോകുന്നത്. പക്ഷേ അവിടെ എല്ലാ സംരക്ഷണം കിട്ടാൻ ചെറുപ്പം മുതലേ കുട്ടികളെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തണം. യേശുക്രിസ്തു കാണുന്നുണ്ട്. ഒരു ദൈവഭയം വേണം, ദൈവഭയം വേണം. ഒരു ദൈവമെല്ലാം കാണുന്നു, ജീവനുള്ള ദൈവമെല്ലാം അറിയുന്നു. എൻ്റെ ദൈവം വ്യസനിക്കാൻ ഇടവരരുത്, ദൈവം ദുഃഖിക്കാൻ ഇടവരരുത് എന്നുള്ള ചിന്ത നമുക്ക് വേണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തണം. ആത്മീയ വഴികളിൽ കൂടി നടത്തണം. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവർക്ക് വേദപുസ്തകം വായിക്കാനുള്ള പരിശീലനം കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ അതാത് സമയത്ത് കൊടുക്കണം. പ്രത്യേകിച്ച് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മമാർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. അപ്പന് ഒരുപക്ഷെ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അമ്മ വേണം കൂടെ ഇരുന്ന് മക്കളെ നേർവഴിക്ക് നടത്താൻ. നമ്മുടെ അമ്മമാർ ആത്മീയമായി ഉറങ്ങിപ്പോകരുത്, ആത്മീയമായി മയങ്ങിപ്പോകരുത്. അവർ ബോധമില്ലാത്തവരെ പോലെ ആകരുത്. മക്കളവരുടെ കാര്യം നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടുകളയരുത്. മക്കളെ സ്നേഹമാണ്, പക്ഷേ ഒരു വഴിതെറ്റി പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് വഴിതെറ്റി പോകുന്നതിന് മുൻപ് അതിവേഗം നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ കരുതൽ വേണം. മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായി കരുതൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ നമുക്ക് സന്തോഷം വേണം. സന്തോഷം, കഷ്ടതയിൽ സന്തോഷം. ഏത് വഴി പോയാലും രക്ഷയില്ല എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. ഏത് വഴി പോയാലും. അത്തിവൃക്ഷം കൃഷി ചെയ്ത് നോക്കി, മുന്തിരിവള്ളി കൃഷി ചെയ്ത് നോക്കി, ഒലിവുമരം കൃഷി ചെയ്ത് നോക്കി, പശുക്കൾ വളർത്തി നോക്കി, ആടുകൾ വളർത്തി നോക്കി, ഇതൊന്നിലും ഒരിടത്തും രക്ഷയില്ല. ജീവിക്കാൻ മാർഗം കാണുന്നില്ല. അപ്പോൾ അത് പറയുകയാണ്,
ഏത് വഴി പോയാലും നഷ്ടമാണ്, ഏത് വഴി പോയാലും കഷ്ടമാണ്. അങ്ങനെയുണ്ട് ചിലർ ഇല്ലേ, ഒന്ന് മാറി ഓരോ പരിശ്രമിക്കും, എല്ലാം തോൽവി. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മാറി ഒരു കാര്യം ചെയ്തു, കുറച്ചത് ചെയ്തു, വിട്ടു, അതിൽ താല്പര്യമില്ല. പിന്നെ വേറെന്ത് ചെയ്തു, അതിൽ താല്പര്യമില്ല. പിന്നെ വേറെ ചെയ്തു, വേറെ താല്പര്യമില്ല. ഇങ്ങനെ എല്ലാം ചെയ്തു, പ്രയോജനമില്ല, പ്രയോജനരഹിതമായ വേലകൾ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ എല്ലാം എതിരാകുമ്പോഴും ദൈവത്തിന് സ്തോത്രം, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അവിടെ സന്തോഷമുള്ളൂ പ്രിയപ്പെട്ടവരെ, അതിലേ സന്തോഷമുള്ളൂ. യഹോവയിൽ ആനന്ദിക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ സാധു സുന്ദർ സിംഗിൻ്റെ ജീവചരിത്രം വായിച്ചത്. സാധു സുന്ദർ സിംഗ് ഈ 20ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന നമ്മുടെ ഭാരതഭൂമിയിലുണ്ടായിരുന്ന ഒരു വിശുദ്ധ മനുഷ്യനാണ്. സാധു സുന്ദർ സിംഗ് ടിബറ്റിൽ പോയി പ്രസംഗിക്കാൻ പോയി. ടിബറ്റിൽ പ്രസംഗിക്കാൻ പോയി അവിടെ സുവിശേഷം ആളോട് പറഞ്ഞു. അവിടെയുള്ളവർ അന്ന് അധികം പേരും ബുദ്ധമതാനുയായികളൊക്കെയാണ്. അവർക്ക് ഈ സുവിശേഷമൊന്നും ഇഷ്ടമല്ല. ഹൈന്ദവരുമുണ്ട്, സുവിശേഷം ഇഷ്ടമല്ല. അവർ സുന്ദർ സിംഗിനെ പിടിച്ചു, ഒരു കരുണയും കൂടാതെ പിടിച്ച് സുന്ദർ സിംഗിനെ അവിടെ ഒരു കിണറ്റിലേക്കിട്ടു. ആ കിണർ അത് നല്ല ആഴമുള്ള കിണറാണ്, ഇരുട്ടാണ്, അകത്ത് ഇരുട്ട്. അവിടെ വേറെ ഇതുപോലെ വീണ് വിട്ട ആളുകളുടെ എല്ലോ ഒക്കെ കാണും, ദുർഗന്ധം എല്ലാം ഉണ്ട്. അങ്ങ് ഇട്ടപ്പോൾ ശരീരത്തിൽ അവരുടെ മുറിവൊക്കെ ഉണ്ടായി. സുന്ദർ സിംഗിൻ്റെ ഒരു കൈ ഒടിച്ചിട്ടാണ് അവർ അവിടെ ഇട്ടത്. ഒരു കൈ ഒടിച്ചു. ആ സുന്ദർ സിംഗ് കുറേ നേരം ദുർഗന്ധം വഹിക്കാൻ വയ്യാതായി. അത് കഴിഞ്ഞ് വേദനയും സഹിക്കാൻ വയ്യാതായി. സുന്ദർ സിംഗ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കഷ്ടതയിൽ എൻ്റെ മനസ്സിൽ അല്പം പോലും ഒരു ഭാരം വരാതെ നീ എന്നെ കാക്കണം, ഈ വലിയ വേദന സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു വലിയ പ്രകാശം ആ കിണറിനുള്ളിൽ, ആ കുഴി, വലിയ ആഴക്കിണറിൻ്റെ ഉള്ളിൽ കണ്ടു. വലിയ പ്രകാശം. എവിടെ നിന്നു ഈ പ്രകാശം മനസ്സിലായില്ല. അപ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഈ കയറ്, ഈ വള്ളി നിൻ്റെ കക്ഷത്തിൽ തീയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. സുന്ദർ സിംഗ് ആ വള്ളി, മുകളിൽ നിന്ന് വന്ന ഒരു വള്ളി, അത് കക്ഷത്തിലിട്ട് പിടിച്ചുകൊണ്ട് നിന്നു. ഒരു കൈ അനക്കാൻ വയ്യല്ലോ. സുന്ദർ സിംഗ് ആരോ ഒരാൾ സുന്ദർ സിംഗിനെ പൊക്കി എടുത്തു. പുറത്ത് വന്നപ്പോൾ ശരീരത്തിൽ ഈ മുറിവൊന്നുമില്ല. കൈ, ഒടിഞ്ഞ കൈ ശരിയായിട്ടിരിക്കുന്നു. കൈക്കിപ്പോൾ പ്രശ്നമില്ല, ഒടിഞ്ഞ കൈ, അതിൻ്റെ പ്രയാസം മാറിയിരിക്കുന്നു. ആരാണ് എന്നെ സഹായിച്ചെന്നറിയാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സുന്ദർ മനസ്സിലായി, യേശുക്രിസ്തു തന്നെ എന്നെ രക്ഷിക്കാമെന്ന് വന്നു. ഈ ദുരിതം നിറഞ്ഞ സമയത്ത്, വേദന തിങ്ങിയ സമയത്ത് സുന്ദർ സിംഗിനെ രക്ഷിക്കാൻ യേശുക്രിസ്തു വന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. വിശ്വസിക്കൂ. നിങ്ങൾ ഏത് യാതനയുടെ മധ്യത്തിലാണെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ, എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ, എൻ്റെ കർത്താവേ എന്ന് വിളിച്ചാൽ യേശുവോട് കൂടി ഇറങ്ങി വരും. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. അനേകം ഭാഗ്യാനുഭവങ്ങളിലൂടെ കർത്താവ് എന്നെ നടത്തിയിട്ടുണ്ട്. വിഷമിച്ചു പോയ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, മനസ്സ് പതറിപ്പോയ സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് അത്ര പരിജ്ഞാനമൊന്നും ഇല്ലായിരുന്നു അന്ന്, കുറേ കൂടി ചെറുപ്പമായിരുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ചു. തക്ക സമയത്ത് കർത്താവ് ഇറങ്ങി വന്നു, കർത്താവ് ഓടി വന്നു. കർത്താവ് ഞാൻ നേരിട്ട് കണ്ടൊന്നുമില്ല കേട്ടോ. അവിടെ കർത്താവ് പ്രവർത്തിച്ചു, അത്ഭുതം പ്രവർത്തിച്ചു. ഞാനിപ്പോൾ ആ സംഭവം വിവരിക്കുന്നില്ല. അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. നമ്മെ കാക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. ഏത് കൊടിയ കഷ്ടതയുടെ മധ്യത്തിലാണെങ്കിലും നമ്മെ പിടിക്കുകയും നമ്മെ നയിക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുന്നൊരു യേശുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. സുന്ദർ സിംഗിൻ്റെ അനുഭവം ക്രിസ്തു എന്നോട് വന്നു, തന്നെ രക്ഷിച്ചു എന്നുള്ള അനുഭവമാണ്. ഇതുപോലെ അനേകം അനുഭവങ്ങളുണ്ട്, അനേകർക്ക് അനുഭവങ്ങളുണ്ട്. സെൻറ്റ് പോൾ ഒരവസരത്തിൽ വളരെ ഗൗരവമായി തന്നെ പറഞ്ഞു, കൊരിന്ത്യർക്കെഴുതിയ
രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ വായിക്കാം. അവർ എബ്രായരോ ഞാനുമതേ, അവർ ഇസ്രായേലരോ ഞാനുമതേ, അവർ അബ്രാഹാമിൻ്റെ സന്തതിയോ ഞാനുമതേ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയ 40 അടി 5 വട്ടം കൊണ്ടു. യഹൂദന്മാരുടെ കൈ കൊണ്ട് ഞാൻ ഒരടി കുറച്ച് 1 കുറയ 40 അടി 39 അടി വീതം 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട്. സ്തോത്രം. അനേകം സഭകൾ സ്ഥാപിച്ചല്ലോ, അനേകം ദൈവമക്കൾ പല ദേശങ്ങളുണ്ടായല്ലോ. അവരെക്കുറിച്ചുള്ള ചിന്താഭാരം, അവരെ എല്ലാവരും വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ? ചിലരെല്ലാം പിന്മാറിപ്പോയല്ലോ. സങ്കടം, വിവിധ സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരവും തിരക്കുമുണ്ട്. അങ്ങനെ മനസ്സിൽ ചിന്താഭാരം, ശരീരത്തിൽ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, ഇതെല്ലാം ഞാൻ സഹിച്ചു. ആർക്കു വേണ്ടി? യേശുവിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ പൗലോസ് സ്ലീഹായെല്ലാം, പത്രോസ് സ്ലീഹായുമെല്ലാം, കന്യമാതാവും എല്ലാം ഇരിക്കുന്ന കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാനും ചെന്നിരിക്കണമെന്നുള്ളതാണ്. സ്തോത്രം. ഞാനും അത് ഏറ്റവും പിന്നിലെങ്കിലും പോയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളെ ദൈവം എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പരിശുദ്ധ അപ്പോസ്തലന്മാർ, സ്ലീഹന്മാർ, വിശുദ്ധ കന്യമാതാവ് എല്ലാം ഇരിക്കുന്ന സ്വർഗ്ഗോന്നതങ്ങളിൽ നിത്യതയിൽ കഴിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. അതെല്ലാം മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ലേ. ജീവിക്കുന്ന കാലത്ത് ദുരിതം പിടിച്ച ജീവിതത്തിൽ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നേരമുണ്ടോ എന്ന് നിങ്ങൾ ചിലർ ചിന്തിക്കും, ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ ചിന്തിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാം മറന്ന് യേശുവിൻ്റെ പ്രിയ ശിഷ്യരാകാം. കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ യേശുവിനെ നമുക്ക് സാക്ഷിക്കാം. ദൈവത്തിന് സ്തോത്രം. ദുരിത ജീവിതത്തിൻ്റെ മധ്യത്തിൽ യേശുവിനെ നമുക്ക് ഉയർത്തി കാണിക്കാം. യേശുവിൻ്റെ കുരിശ് നമുക്ക് ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതം വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. യാതന വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. എനിക്ക് നല്ലതുപോലെ അറിയാം, യാതന നല്ലതാണ്. സ്തോത്രം. കഷ്ടതകൾ നല്ലതാണ്. പണത്തിന് ഞെരുക്കം വരുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, സത്യമാണ് പറയുന്നത്. കഷ്ടതകൾ വരുന്നത് നല്ലതാണ്. കുറേ ഞെരുക്കങ്ങൾ വരുന്നത് നല്ലതാണ്. രോഗങ്ങൾ വരുന്നത് നല്ലതാണ്. നാം ഒരിക്കലും തലപൊക്കുകയില്ലല്ലോ. ആളുകൾ ആക്ഷേപിക്കുന്നത് നല്ലതാണ്. നാം നിഗളിക്കുകയില്ലല്ലോ. ആളുകൾ നമ്മെ പരിഹസിക്കുന്നത് നല്ലതാണ്. നമ്മുടെ തല പൊങ്ങുകയില്ലല്ലോ. അപ്പോഴും നാം താഴ്ന്നിരിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുന്നതുകൊണ്ട് നമുക്ക് നന്മയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കർത്താവ് വിട്ടുപോകാതിരുന്നാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. കഷ്ടപ്പാടും ദുരിതങ്ങളും മാറേണ്ട സമയത്ത് മാറ്റേണ്ടവൻ മാറ്റിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു ജീവിക്കുന്നു. ബന്ധനങ്ങൾ, കഷ്ടങ്ങൾ എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുകയുള്ളതെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അപ്പോസ്തലൻ ആസിയയിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടി അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. യെരൂശലേമിലേക്ക് പോവുകയാണ്. യെരൂശലേമിൽ ഇട വരുമെന്ന് അപ്പോസ്തലൻ അറിയാം. യെരൂശലേമിൽ കഷ്ടത വരുമെന്നറിയാം. യെരൂശലേമിൽ പക്ഷേ മരണം പോലും വരുമെന്നറിയാം. അവിടെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അപ്പോസ്തലൻ അറിയാം. അപ്പോസ്തലൻ എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യാതനകൾ വരാൻ പോകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്നെ തടയല്ലേ, ഞാൻ അങ്ങോട്ട് പോകുന്നതിന് നിങ്ങൾ കണ്ണീരോടെ തടയല്ലേ, ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നില്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. സ്തോത്രം. കാരണം ഞാനിതാ ആത്മാവിനാൽ ബന്ധിക്കുടനായി യെരൂശലേമിലേക്ക് പോകുന്നു. ആത്മാവിനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ആത്മാവിനാൽ ബന്ധിക്കുടനായി യെരൂശലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോസ്തലന് വേറെ യാതൊരു ലക്ഷ്യവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ട് പോവുക എന്നുള്ളത് മാത്രമേ അപ്പോസ്തലന് ഉദ്ദേശമുള്ളൂ. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി, ആത്മാവിനാൽ ബന്ധിതനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു.
ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ വലിച്ചുകൊണ്ട് പോകുന്നു. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റിബിളി വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ തടസ്സം കൂടാതെ അപ്രതിരോധ്യമായി എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട യേശുവിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുകയുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. ഒന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് നിഷ്ഠയുണ്ട്, ഒരു കാര്യത്തിൽ പ്രത്യേകതയുണ്ട്. അവിടെ എനിക്ക് നേരിടുകയൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ജീവിതം എത്ര കാലം, എവിടെയൊക്കെ ജീവിതം അവസാനിക്കും, അത് ഞാൻ കണക്കാക്കുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹം വരുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ഓട്ടം ഓടി തേക്കണം. ഈ ലോക ജീവിതം, ഈ നിസ്സാര ജീവിതം, ഈ താൽക്കാലിക ജീവിതം, ഏതാനും വർഷകാലത്തേക്കുള്ള ഈ ചെറിയ ജീവിതം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ 97 ഞാൻ റിട്ടയർ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 97 ഞാൻ ഓർത്തു, ഇപ്പോൾ എത്ര വർഷമാണ് ഇത്, ഇത്രയും ദീർഘവർഷം. ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ജോലിയില്ല. പക്ഷേ ഞാൻ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തു, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഞാൻ ചിന്തിച്ചു, ഞാൻ ഓടേണ്ടതുപോലെ ഓടിയോ, ഞാൻ സ്വയം ത്യജിക്കേണ്ടതുപോലെ ത്യജിച്ചുവോ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തു. കർത്താവേ, എനിക്ക് എൻ്റെ കർത്താവേ, എൻ്റെ സ്വയത്തിന്മേൽ ജയം കിട്ടിയിട്ടില്ല. എൻ്റെ ഈഗോ മുഴുവൻ മാറിയിട്ടില്ല. എൻ്റെ കർത്താവേ, എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ മുഴുവൻ മാറിയിട്ടില്ല. ചില ഇഷ്ടങ്ങൾ എനിക്കുണ്ട്, ചില അനിഷ്ടങ്ങൾ എനിക്കുണ്ട്, അത് മാറിയിട്ടില്ല. എൻ്റെ കർത്താവേ, ജോലിയില്ലാതെ ഇരുന്ന മനുഷ്യൻ, ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ കർത്താവേ, നിൻ്റെ വേല ചെയ്തു, കുറച്ചൊക്കെ ചെയ്തു. പക്ഷേ ചെയ്യേണ്ടതെല്ലാം ചെയ്തോ? തികയ്ക്കേണ്ടത് തികച്ചുവോ? ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെട്ടു. എനിക്ക് എൻ്റെ കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. നിൻ്റെ സഹായം കൂടിയേ കഴിയൂ. നിന്നെ എന്നെ നയിച്ചു കൊള്ളണമേ. എന്നെ കൊണ്ട് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്ന വേലയെല്ലാം ചെയ്യിച്ചു കൊള്ളണമേ. കർത്താവേ, വീണ്ടും നീ ആയുസ് നീട്ടി തന്നല്ലോ. കർത്താവേ, ആയുസ് നീട്ടി തന്നു. അനേകായിരം ദൈവമക്കൾ ഈ സാധുവായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവിന് പ്രവർത്തിക്കേണ്ടി വന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാനങ്ങനെ പറയട്ടെ, അനേകായിരം ദൈവമക്കൾ നാനാദേശങ്ങളിലിരുന്ന് കരഞ്ഞു, കർത്താവേ, ആയുസ് നീട്ടിക്കൊടുക്കണമേ എന്ന്. സ്തോത്രം. എനിക്ക് പരിചയമില്ലാത്തൊരു പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മരണലോകത്തിൻ്റെ അഗാധതയിൽ നിന്ന് കർത്താവ് എന്നെ കോരിയെടുത്ത് തിരികെ കൊണ്ടുവന്നു. കർത്താവിന് സ്തോത്രം. ഇത്രയും ആരോഗ്യം തന്നു. അക്കാര്യങ്ങളിൽ ഞാൻ ഇനി പ്രസംഗിക്കുമെന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല. ശബ്ദം വരുമെന്ന് ചിന്തയുണ്ടായിരുന്നില്ല. ഞാൻ നിശബ്ദനായി പോയിരുന്നു. ഞാൻ മൂകനായി പോയിരുന്നു. ശബ്ദമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് മിണ്ടാൻ പറ്റാതെ വരുമോ ഞാൻ സംശയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ENT സ്പെഷ്യലിനോട് ചോദിച്ചു, എനിക്ക് സംസാരശേഷി വീണ്ടും കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, സംസാരശേഷി കിട്ടിക്കൊള്ളും, സാറ് സാരമില്ല, സാറ് ഇപ്പോൾ സാറിൻ്റെ വേലയുമായി സാറ് പ്രാർത്ഥനയോട് ഇരുന്നാൽ മാത്രം മതി, അദ്ദേഹത്തിന് എന്നെ അറിയാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സംസാരശേഷി തിരിച്ചു കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നെന്ന് പറയാൻ പോലും എനിക്ക് കൽപ്പില്ലായിരുന്നു. ഞാൻ മൂകനായിരുന്നു. എന്നാൽ എൻ്റെ കരുണയുള്ള കർത്താവ് എനിക്ക് ആയുസ് നീട്ടിത്തന്നു. ദൈവത്തിന് സ്തോത്രം. സമയങ്ങൾ നീട്ടിത്തന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിന് സ്തോത്രം. പ്രയാസങ്ങളും കഷ്ടപ്പാടുള്ള ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം തരാൻ ഒരു യേശു ഉണ്ട്. ജീവിക്കുന്ന യേശു ഇന്ന് യേശുവിൻ്റെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്. അകലെയല്ല. അവൻ ദൂരെ നിൽക്കുകയല്ല. നിങ്ങളുടെ പാവജീവിതം കണ്ടിട്ട് വെറുപ്പോടെ മാറി നിൽക്കുകയല്ല. നിങ്ങളുടെ അശുദ്ധ ജീവിതം കണ്ടിട്ട് അവൻ മാറി നിന്ന് മൂക്കുകുത്തി നിൽക്കുകയല്ല. കർത്താവിന് സ്തോത്രം. അവന് നിങ്ങളുടെ ദുർഗന്ധമുള്ള ജീവിതം കണ്ടിട്ട് അവൻ മാറി നിന്ന് അവൻ നിങ്ങളെ കോപത്തോടെ നോക്കുകയല്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. അവൻ നിങ്ങളുടെ അരിയത്ത് സ്നേഹത്തോടെ നിൽക്കുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് അവനൊന്നും ചോദിക്കുന്നില്ല. മോനെ, നിനക്ക് എന്തെല്ലാം തെറ്റുപറ്റി? കർത്താവ് ഒന്നും പറയുന്നില്ല, ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കർത്താവ് ഒന്ന് മാത്രം പറയുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. പോക, ഇനി പാപം ചെയ്യരുത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞല്ലോ മോനെ, എല്ലാം കഴിഞ്ഞല്ലോ മോളെ, എല്ലാം കഴിഞ്ഞല്ലോ. ഞാനെല്ലാം ക്ഷമിച്ചു തരാം. ഒന്ന് മാത്രം, നിനക്ക് ഞാൻ സ്വർഗം തരാൻ ആഗ്രഹിക്കുന്നു. നിന്നെ സ്വർഗത്തിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ സമാധാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം നിനക്ക് തന്ന് നിന്നെ അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അനേകരെ രക്ഷയുടെ സന്തോഷമുള്ളവരാക്കി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകനെ നിൻ്റെ ജീവിതം എനിക്ക് തരിക. യേശു വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ചേർന്ന് നിൽക്കുകയാണ്. കർത്താവ് ദൂരെ അല്ല കേട്ടോ, മറക്കല്ലേ. യേശു ദൂരെ അല്ല, തൊട്ടടുത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കൈ നീട്ടിയാൽ തൊടാവുന്ന രീതിയിൽ യേശുവിൻ്റെ അരികത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുകയാണ്. അരികത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കാതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചെവിയിൽ കർത്താവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ കാലം ഞാൻ ഓർക്കുകയില്ല, കഴിഞ്ഞ കാലത്തെ പാവങ്ങൾ ഞാൻ കണക്കാക്കുകയില്ല. എല്ലാം ക്ഷമിച്ചു തരാം. എല്ലാം എൻ്റെ തിരുമാറിൽ നുറിയ രക്തത്താൽ എല്ലാം കഴുകി തരാം. ഇന്നൊരു പുതിയ ജീവിതം ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് ചേർന്ന് വരുന്നു, അടുത്ത് തൊട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെ അതിവാത്സല്യത്തോടെ പോറ്റി പുലർത്തുന്ന ഞങ്ങളുടെ ജീവനുള്ള സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഏറ്റവും അടുപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഷ്ടതകളിലും സന്തോഷിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സമാധാന ജീവിതം ഞങ്ങൾക്ക് തരാൻ അവിടുന്ന് അധ്വാനിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാവമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യം എന്തെന്ന് അനുഭവിക്കാൻ ഞങ്ങൾ വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ഭാരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് എൻ്റെ യേശുവിനെ വിശുദ്ധിൽ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കുന്നതിനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. ദൂരദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് വചനം ശ്രദ്ധിക്കുന്നവർക്കും എൻ്റെ കർത്താവിൻ്റെ കൃപ നൽകണമേ. അവരെയും ഇവിടുന്ന് കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.